നമസ്കാരം. ദ ഗ്രാനി സ്റ്റൈലിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ നാളായില്ലേ കണ്ടിട്ട്. ഞാൻ അല്പം ബിസി ആയിരുന്നു, അതിൻ്റെ പേരിലാണ് പിന്നെ വീഡിയോ ഒന്നും ചെയ്യാതിരുന്നത്. ഇപ്പോൾ ഞാൻ പെട്ടെന്ന് ഈ വീഡിയോ ചെയ്യാനുള്ള കാര്യം, ഇന്നലെ ഞാൻ വാൾമാർട്ടിൽ പോയായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഞാൻ കാനഡയിലാണ് ഇപ്പോൾ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്നലെ ഞാൻ വാൾമാർട്ടിൽ പോയപ്പോൾ അവിടെ ഞാൻ പഠിപ്പിച്ചൊരു കുട്ടിയെ ഞാൻ അവിടെ വെച്ച് കണ്ടു. അവൻ നന്നായി ക്ഷീണിതനായിരിക്കുന്നു. അപ്പം ചോദിച്ചു, എന്ത് പറ്റി, ഇത്രയും ക്ഷീണിച്ച് പോയല്ലോ, എന്ത് പറ്റി ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, കാനഡയിലേക്ക് പോരാന്നൊക്കെ എല്ലാവരോടും പറയാൻ നല്ല രസമായിരുന്നു, ഇങ്ങോട്ട് പോരാനും വളരെ ഹാപ്പിയായിരുന്നു. ഇവിടെ എത്തിയപ്പോഴാണ് തനിച്ചായൊരു തോന്നൽ. എല്ലാവരും ഉണ്ട്, കുട്ടികളൊക്കെ ഉണ്ട്, കൂട്ടുകാരുണ്ട്, എങ്കിലും വീടൊക്കെ നന്നായിട്ട് ഞാൻ മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അതുമാത്രമല്ല, വീട്ടിലായിരുന്നപ്പോൾ വീട്ടിലെ പണി ചെയ്യണ്ട, ജോലിക്ക് പോകണ്ട, പഠിച്ചാൽ മാത്രം മതിയായിരുന്നു, എന്നിട്ടും പഠിക്കില്ലായിരുന്നു. ഇവിടെ വന്നപ്പോൾ വീട്ടിലത്തെ ജോലി ചെയ്യണം, ജോലിക്ക് പോകണം, പഠിക്കണം, അതിന് അസൈൻമെൻറ്റ് ചെയ്യാനുണ്ട്, അവിടെയുള്ള എക്സാംസൊക്കെ ക്ലിയർ ചെയ്യണം, അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഇവിടെ ഒന്നിന് പുറകെ ഒന്നായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഇടയിലൊന്നും കുക്ക് ചെയ്യാനൊന്നും വലിയ നേരമൊന്നും എനിക്ക് കിട്ടാറില്ല. അങ്ങനെ ഇപ്പോഴത്തെ ഇപ്പോൾ വന്നല്ലേ ഉള്ളൂ, അതിൻ്റെ പേരിൽ ഇങ്ങനെ പുറത്തുനിന്ന് പോയിട്ട് ഫുഡ് കഴിക്കാനുള്ള ഒരു ആസ്തിയൊന്നും ഒട്ടും ആയിട്ടുമില്ല. വീട്ടിൽ വെച്ച് മമ്മി ഉണ്ടാക്കി തരുന്നതിനൊക്കെ ഒരു നൂറ് കുറ്റവും പറഞ്ഞിട്ട് അതിന് ഉപ്പ് പോരാ, മുളക് പോരാ, അത് സ്പൈസിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിൻ്റെയൊക്കെ നന്നായിട്ട് ഞാൻ അനുഭവിക്കുന്നുണ്ട് എന്നൊരു അടുത്ത് പറഞ്ഞു. അപ്പം പറഞ്ഞാൽ സാരമില്ല, ഇതൊക്കെ മാറും, ഇനി പഠിച്ച് നല്ലൊരു നിലയിലെത്തുമ്പോൾ നമുക്ക് അന്ന് 10 പേരുടെ മുമ്പിൽ വെച്ച് നമുക്ക് പറയാം, അന്ന് ഞാൻ അങ്ങനെ കഷ്ടപ്പെട്ടിട്ടുണ്ട്, അതിൻ്റെയൊക്കെ ഫലമാണ് ഇന്ന് ഞാനിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് എന്ന് പറയാലോ എന്നൊക്കെ പറഞ്ഞ് അവനെ സമാധാനിപ്പിച്ച് വിട്ടു. അപ്പോൾ അവനോട് ഞാൻ പറഞ്ഞു കൊടുത്ത 1-2 ടിപ്സാട്ടോ ഞാനിപ്പോൾ ഇവിടെ പറയണത്. നിങ്ങൾക്കൊക്കെ അറിയാവുന്നവരായിരിക്കും, അറിയാൻ പാടില്ലാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയണത്. എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മൂമ്മയൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാട്ടോ, പെട്ടെന്ന് എളുപ്പത്തിന് ചെയ്യാൻ പറ്റിയത്. ഞാൻ അവനോട് പറഞ്ഞതാണ്, നമുക്ക് ഈ ചതച്ച മുളക് മേടിക്കാൻ കിട്ടും. അപ്പോൾ ഈ ചതച്ച മുളകും ഉള്ളിയും ഉപ്പും കൂടി നന്നായിട്ടൊന്ന് തിരുമ്മി, കൈ കൊണ്ടോ അല്ലെങ്കിൽ സ്പൂണ് കൊണ്ടോ നന്നായിട്ടൊന്ന് തിരുമ്മി എടുക്കുകയാണെങ്കിൽ അതൊരു കഞ്ഞി വെക്കുന്നുണ്ടെന്ന് എന്നോട് പറഞ്ഞു. കഞ്ഞിക്ക് ഒരു കറിയെന്ന് പറയാൻ പറ്റില്ല, എങ്കിലൊരു സൈഡായി. വേറെ ഒന്നും ഉണ്ടാക്കാനുള്ള നേരമൊന്നും കിട്ടിയില്ലെങ്കിൽ അങ്ങനെയും കൂടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ കൊല്ലമുളകും ഉള്ളിയും ഉപ്പും പുളി ഉണ്ടെങ്കിൽ പുളി, അത് 3 ഇത്തിരി വെളിച്ചെണ്ണയും കൂടി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വേറൊരു ടേസ്റ്റായി. ഇനിയിപ്പോൾ പുളിയില്ലെന്നുണ്ടെങ്കിൽ വിനാഗിരി ഇഷ്ടംപോലെ വാങ്ങിക്കാൻ കിട്ടും. ഉള്ളിയും മുളകും ഉപ്പും വിനാഗിരിയും വെളിച്ചെണ്ണയും കൂടിയാണെങ്കിൽ അത് വേറൊരു ടേസ്റ്റായി. പിന്നെ ഇനി ഈ ഉള്ളി മുളകും ഉപ്പും കൂടി വെളിച്ചെണ്ണയ്ക്കകത്തിട്ട് മൊരിക്കുകയാണെങ്കിൽ അത് വേറൊരു കറിയായി. ഇനി മുളക് പൊടിയും നാരങ്ങ നീരും ഉപ്പും വെളിച്ചെണ്ണയും കൂടിയാണെങ്കിൽ അത് വേറൊരു ടേസ്റ്റായി. ഇങ്ങനെ ഈ മുളക് കൊണ്ട് മാത്രം നമ്മൾ ചെയ്യുന്ന ചെറിയ ഒരു സൈഡാണ്. അന്ന് അത്യാവശ്യം ഇഷ്ടമുള്ളവർക്ക് കേട്ടോ അത് ടേസ്റ്റാണെന്ന് തോന്നുന്നു. എൻ്റെ അമ്മൂമ്മയ്ക്കൊക്കെയാണെങ്കിൽ ഇത് ഭയങ്കര ടേസ്റ്റാണെന്ന് പറഞ്ഞിട്ടായിരുന്നു എൻ്റെ എൻ്റെ അമ്മാവനൊക്കെ ഇത് കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കഞ്ഞിക്കൊക്കെ ഈ കറിക്ക് വരാം, അത് ഇത്തിരി കൂടെ തന്നേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇത് ഇങ്ങനെ ചെറിയ ഈ കാര്യങ്ങൾ ഞാനൊന്ന് മറ്റൊരു നിവൃത്തിയില്ലെങ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തതാണ്. അപ്പം ഇത് ഞാൻ പറഞ്ഞപ്പോൾ അവനത് കേട്ടിട്ടേ ഇല്ല. അപ്പോൾ അങ്ങനെയുള്ളവരും ഉണ്ടല്ലോ എന്ന് കരുതിയിട്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ? അറിയില്ലാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ്. ഒന്ന് പരീക്ഷിച്ച് നോക്കുക. എല്ലാവരും അറിവില്ലാത്തവരൊന്ന് പരീക്ഷിച്ച് നോക്കുക. പിന്നെ ക്രിസ്മസൊക്കെ നന്നായിട്ട് ആഘോഷിച്ചില്ല എല്ലാവരും.
ഇവിടെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു. ക്രിസ്മസൊക്കെ നല്ല ഭംഗിയായിട്ട് ആഘോഷിച്ചു. അങ്ങനെ സുഖമായിട്ടിരിക്കണം. അപ്പോൾ ബൈ ബൈ. അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും നമുക്ക് കാണാം.